ഹലോ, നമുക്കിന്ന് കുരുമുളകിട്ട് വരട്ടിയ താറാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ താറാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിരുമ്പിയെടുക്കാം. ഇതവിടെ 1 മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം. കുറച്ചധികം സമയം വെച്ചാലും നല്ലതാണ്. അതിനുശേഷം കുക്കറിലിട്ട് 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. കുരുമുളക് മിക്സ് തയ്യാറാക്കാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒക്കെ കൂടി വറുത്ത് പൊടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലിട്ട് സവോളയും കുഞ്ഞുള്ളിയും വഴറ്റുക. നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും 1.5 വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മൊരിഞ്ഞ് വരണം. അത്യാവശ്യം നന്നായി തന്നെ മൊരിയുമ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക് മിക്സ് ഇതിലേക്ക് തയ്യാറാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് താറാവ് വേവിച്ചപ്പോൾ അതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സ്വല്പം വെള്ളം കൂടി ചേർത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വെന്ത താറാവ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണം. താറാവിൽ ഞാനൊരു തരി വെള്ളം പോലും ചേർത്തിട്ടില്ല. വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇത് കുറച്ചധികം നേരം ഇട്ടിട്ട് തന്നെ നന്നായി വറ്റിച്ചെടുക്കണം. ആ വെള്ളം വറ്റി വരണം. അപ്പോഴാണ് നന്നായി വരട്ടിയ രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ താറാവിനെ കിട്ടുള്ളൂ. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ കുരുമുളകിട്ട താറാവ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ താറാവ് ഇവിടെ റെഡിയാണ്.